2 ദിവസം മുമ്പേ ഇക്ബാൽ സാർ സ്വയം ഇൻഫ്ലുവൻസ വാക്സിനും ന്യൂമോക്കോക്കൽ വാക്സിനും സ്വീകരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഇടുകയും ഒരു കുറിപ്പ് എഴുതുകയും ചെയ്തിരുന്നു. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ആധാരം. അദ്ദേഹം പറഞ്ഞിരുന്ന 2 വാക്സിനുകളിൽ ഇന്ന് ഞാൻ പറയുന്നത് ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ചാണ്. അടുത്ത എപ്പിസോഡിൽ ന്യൂമോക്കോക്കൽ വാക്സിനെ കുറിച്ചും പറയാം. ഇതിൽ എന്താണ് ഈ വാക്സിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മുടെ കേരളം വയോജനങ്ങളുടെ സംഖ്യ എല്ലാ വർഷവും കൂടിക്കൂടി വരികയാണ്. ഈയിടെയായിട്ട് നമ്മളെ കവി സച്ചിദാനന്ദന് ന്യൂമോണിയ വന്നു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അതുമാതിരി തന്നെ നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കൾക്കും ന്യൂമോണിയ ആണ് പലപ്പോഴും ഒരു പ്രായം കഴിയുമ്പോൾ മരണത്തിൻ്റെ പ്രധാന കാരണം. അതിൽ 2 തരം ന്യൂമോണിയകൾ. ഒന്ന് വൈറൽ ഇൻഫ്ലുവൻസ കൊണ്ടുണ്ടാവുന്ന ന്യൂമോണിയ, രണ്ടാമത് അതിനോട് ഏറ്റുപിടിച്ചുകൊണ്ട് വരുന്ന ബാക്ടീരിയൽ ന്യൂമോണിയ, അതിൽ ന്യൂമോകോക്കൈ എന്ന രോഗാണുവിനെതിരെ. ഇത് രണ്ടിനും എതിരെ നമുക്ക് ഫലപ്രദമായ വാക്സിനുകളുണ്ട്. ഇത്തിരി വില കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് സൗജന്യമായി നൽകാനാവില്ല. എങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ 2 വാക്സിനുകളും പറ്റുന്നവരൊക്കെ എടുക്കേണ്ടത് ഉണ്ട് എന്നുള്ളതിന് അത് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ പ്രചാരം നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമുക്കെല്ലാം അറിയാം, 1918 സ്പാനിഷ് ഫ്ലൂ 5 കോടി ജനങ്ങളെയാണ് കൊന്നൊടുക്കിയത്. അതിനുശേഷം പലപ്പോഴായി പാൻഡമിക്സ്, മഹാമാരികളായി ലോകം മുഴുവൻ വീശി അടിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2009. അതിലിങ്ങോട്ട് നമ്മൾ പ്രധാനമായിട്ടും ഈ 2 തരത്തിലുള്ള എ ടൈപ്പ് ആൻഡ് ബി ടൈപ്പ്, ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലുവൻസ വൈറസുകൾ ഉണ്ടെങ്കിലും ഇതിലുള്ള 4 സ്ട്രെയിൻസിനെതിരെയുള്ള വാക്സിനുകളാണ് നമ്മൾ ഇത്രയും കാലമായിട്ട്, ഇത്രയും നാളുകളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സൗജന്യമായിട്ടല്ല. കേരളത്തിൽ ഇന്നത്തെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക സീസണുകളിൽ കേരളത്തിൽ പലപ്പോഴും ജൂലൈ തൊട്ടുള്ള മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടാവാറുള്ളത്. ലോകം മുഴുവനും ഏതാണ്ട് 2 തൊട്ട് 5 ദശലക്ഷം കേസുകളും ആയിരക്കണക്കിന് മരണങ്ങളും ഉണ്ടാക്കുന്ന ഒരു വൈറസ് ബാധയാണ് ഫലപ്രദമായിട്ട് വാക്സിൻ കൊണ്ട് നമുക്ക് തടയാനാവുന്നത്. നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് പ്രായമുള്ളവരിൽ ആണ്. അത് അതേപോലെ തന്നെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും, ഈ 2 ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ മരണസാധ്യതയുള്ളത്. അതിനിടയിലുള്ള യുവാക്കളിൽ എല്ലാവർക്കും സുരക്ഷിതരാണെന്നല്ല, രോഗപ്രതിരോധി കുറഞ്ഞവരും ചിലപ്പം രോഗസാധ്യത കൂടുതലുള്ളവരുമൊക്കെ ഈ അണുബാധക്ക് അടിപ്പെടാറുണ്ട്. അവിടെയും ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. ആരൊക്കെയാണ് എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ CDC റെക്കമെൻഡ് ചെയ്യുന്നത് 65 വയസ്സിന് മേലെ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുമെങ്കിൽ 50 വയസ്സിന് മേലെയുള്ളവരും എടുക്കുന്നത് നന്നാവും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോമോർബിഡിറ്റീസ് ഏറ്റവും കൂടുതലാണ്. 40% കൂടുതൽ തന്നെ രക്താതിമർദ്ദവും 20%-ലേറെ പ്രമേഹവും പലപ്പോഴും നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിൽ. അമിത വണ്ണവും അതുപോലെ കൊളസ്ട്രോളും കിഡ്നി ഡിസീസും എല്ലാം ഉള്ളവർ 50 വയസ്സിന് മേലെ ഏറെ കൂടുതലാണ്. അവരുടെയൊക്കെ മരണസാധ്യത കൂട്ടുന്ന ഒരു കാര്യമാണ് ഈ ന്യൂമോണിയ. അത് ഇതുകൊണ്ട് ഫലപ്രദമായി തടയാൻ പറ്റും. നമ്മൾ 5 വയസ്സിന് താഴെയുള്ളവരാണ് പിന്നെയുള്ള ആളുകൾ. അപ്പോൾ 5 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവരോ, അവരിലും ഈ കോമോർബിഡിറ്റീസ് ഉള്ളവർ എടുക്കുക തന്നെയായിരിക്കും നല്ലത്. കൂടാതെ പ്രതിരോധശേഷി കുറവുള്ളവർ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേഹം, സ്റ്റിറോയിഡ് മരുന്നുകൾ, കീമോതെറാപ്പറ്റിക് ഏജൻസ്, ക്യാൻസറുകൾ, കിഡ്നി അസുഖങ്ങൾ, ലിവറിൻ്റെ അസുഖങ്ങൾ,
അതുപോലെ തന്നെ ജന്മനാ ഉള്ള പ്രതിരോധശേഷി കുറഞ്ഞവർ, അവർക്കൊക്കെയും ഈ അസുഖം വന്ന മരണസാധ്യത കൂടുതലാണ്, സെക്കൻഡറി ബാക്ടീരിയ ഇൻഫെക്ഷൻ കൂടുതലാണ്. അത് തടയുന്നതിന് ഈ വാക്സിൻ ഫലപ്രദമായിരിക്കും. അതായത് 5 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ ഉള്ളവർക്കും ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ എടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഇതിൻ്റെ എത്രമാത്രം ഫലപ്രാപ്തിയുണ്ട്, 100% ഇൻഫ്ലുവൻസ വരുന്നതും തടയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻഫ്ലുവൻസ ഓരോ വർഷവും പുതിയ കുപ്പായം ഇട്ട് പുതിയ ആൾക്കാരായിട്ട് വരും. നമുക്ക് കോവിഡിനെ കുറിച്ച് അറിയാം, വളരെ പെട്ടെന്ന് തന്നെ രൂപം മാറി വരികയും അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതേമാതിരി തന്നെ ഇതിന് 2 ആൻറ്റിജൻസ്, ന്യൂറാമിനിഡേസൻ, ഇമാഗ്ലൂട്ടിൻ എന്ന് പറയുന്ന ആ ആൻറ്റിജന് മാറിക്കൊണ്ടേയിരിക്കുന്നു. കുപ്പായം മാറി വരുമ്പോൾ വേറൊരു അണുമാതിരിയാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് വാക്സിനുകളെ പോലെ തുടർന്നും സുരക്ഷിതത്വം കിട്ടില്ല. ഓരോ വർഷവും വാക്സിൻ എടുത്തുകൊണ്ടേയിരിക്കണം പുതിയ സ്ട്രെയിനിന് എതിരായിട്ടുള്ളത്. അപ്പോൾ മാത്രമാണ് നമുക്ക് അത് തടയാനാവുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എത്രമാത്രം ഫലപ്രദമാണെന്ന് പറയുമ്പോൾ, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ പുതിയതായി വന്ന സ്ട്രെയിനെതിരെ ആയിരിക്കണം വാക്സിൻ. പലപ്പോഴും ഒരു സ്ട്രെയിൻ ഇറങ്ങിയെന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിനെതിരെയുള്ള വാക്സിൻ ഉണ്ടാക്കുമ്പോൾ 6 മാസം തൊട്ട് 1 വർഷം വരെ സമയം പിടിക്കുമെന്നുള്ളത്. നമ്മുടെ മാർക്കറ്റിലുള്ള വാക്സിൻ പലപ്പോഴും കുറച്ച് പഴഞ്ചനായിരിക്കും. എത്രമാത്രം ഇവിടെ സർക്കുലേറ്റ് ചെയ്യുന്ന വൈറസ് സ്ട്രെയിനുമായിട്ട് വാക്സിൻ പൊരുത്തപ്പെടുന്നു അനുസരിച്ചിട്ടാണ് നമ്മൾ എത്രമാത്രം വാക്സിൻ ഫലപ്രദമാണെന്ന് പറയുന്നത്. വളരെ പഴക്കമുള്ള ഒരു വാക്സിൻ ആണെങ്കിൽ ഈ പുതിയ വൈറസിനെതിരെ ഒരിക്കലും ഫലപ്രദമാവില്ല. അതുകൊണ്ട് ലേറ്റസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന വാക്സിനുകളായിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഗ്ലോബൽ സൗത്ത് സോൺ ആൻഡ് നോർത്ത് സോൺ, നമ്മൾ നോർത്ത് സോണിലാണ് പെടുന്നതെങ്കിലും പലപ്പോഴും കേരളത്തിൻ്റെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പലതും സദേൺ സ്ട്രെയിൻസ് ഓഫ് ദി ഇൻഫ്ലുവൻസ വാക്സിനെതിരെയുള്ള വൈറസിനെതിരെയുള്ള വാക്സിനാണ് ഫലപ്രദമാവുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ആളുകൾക്കാണ് വാക്സിൻ കൊണ്ട് ഫലം കൂടുന്നത്. പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് പ്രതിരോധശേഷി കുറയുകയും നമുക്ക് ഉള്ള പ്രതിരോധം തന്നെ പ്രായം കഴിയുമ്പോൾ കുറഞ്ഞു വരും. അതുപോലെ തന്നെ വാക്സിനെതിരെ ആൻറ്റിബോഡി റൈസ് ചെയ്യുന്നതും കുറഞ്ഞു വരും. അപ്പം പ്രായക്കൂടുതലുള്ളവർക്ക് ചെറുപ്പത്തിലുള്ളവരുടെ പോലെ ഗുണം ചെയ്യില്ല ഈ വാക്സിൻ. എങ്കിലും അത് ചെയ്യേണ്ടിയിരിക്കുന്നു, അവർക്കാണ് മരണസാധ്യത എന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെയും വാക്സിൻ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഈ കോമോർബിഡിറ്റി കണ്ടീഷൻസ് ഉണ്ടാകുമ്പോഴും വേണ്ടത്ര ഫലപ്രദമാവില്ല, എങ്കിലും അവിടെ നമുക്ക് വളരെയേറെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം. പിന്നെ എന്തൊക്കെ തരത്തിലുള്ള വാക്സിനുകളാണ് ഇവിടെയുള്ളത്? ഇൻഫ്ലുവൻസ വൈറസിനെതിരെ കിൽഡ് ആൻഡ് ലൈവ് അറ്റന്യൂവേറ്റഡ് 2 തരത്തിലുള്ള വാക്സിനുകളും ഉണ്ട്. നേരത്തെ ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിനുകൾ, ലൈവ് അറ്റന്യൂവേറ്റഡ് ജീവനുള്ളതും ശക്തി ക്ഷയിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഓറൽ പോളിയോ പോലെയുള്ള വാക്സിന്, അത്തരത്തിലുള്ള മൂക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും അത് ഇവിടെ നിന്നും അപ്രത്യക്ഷമായി. കാരണം 2 വയസ്സിന് താഴെ അത് പറ്റില്ല, 50 വയസ്സിന് മേലെ പറ്റില്ല, ഗർഭിണികൾക്ക് പറ്റില്ല, പ്രതിരോധശേഷി കുറഞ്ഞവർക്ക് പറ്റില്ല, ക്യാൻസർ ഉള്ളവർക്ക് പറ്റില്ല, അതുപോലെ അലർജി സാധ്യതകളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ആ വാക്സിൻ ലൈവ് അറ്റന്യൂവേറ്റഡ് കുറേ നാളുകളായി ഉപയോഗിക്കാറില്ല. പക്ഷെ ഇപ്പം സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സ്ട്രെയിൻ വന്നിരിക്കുന്നു, അതേക്കുറിച്ച് അവസാനം പറയാം. അപ്പം നമ്മൾ കിൽഡ് വാക്സിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ വൈറസിനെ കിൽഡ് നശിപ്പിച്ചതിന് ശേഷമാണ്, ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ അല്ല. അത് തന്നെ 2 തരത്തിലുള്ള വാക്സിനുകൾ എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ വാക്സിനുകൾ വൈറസുകളുടെ പലതരത്തിലുള്ളതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള എ ടൈപ്പും ബി ടൈപ്പും, 2 തരത്തിലുള്ള എ ടൈപ്പും 2 തരത്തിലുള്ള ബി ടൈപ്പും, അതിന് പല പല പേരുകളുണ്ട്. പേരുകളെ പറ്റി നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമില്ല. ഈ ക്വാഡ്രിവാലൻ്റ് വാക്സിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഈ ക്വാഡ്രിവാലൻ്റ് വാക്സിൻ ചെയ്യുന്ന ഒരു സ്ട്രെയിൻ തീരെ ഇല്ലാണ്ടായി. യമഗാട്ട എന്ന് പറഞ്ഞ സ്ട്രെയിൻ ഇല്ലാതായപ്പോൾ ലോകത്തെ മറ്റ് വികസിത രാജ്യങ്ങളൊക്കെ ട്രൈവാലൻ്റ് സ്ട്രെയിനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതായത് ഇല്ലാത്തതിനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ത്യ ഇപ്പോഴും ഈ ക്വാഡ്രിവാലൻ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി എന്താണെന്ന് അറിയില്ല, ഈ പോയവൻ തന്നെ തിരിച്ചു വന്നേക്കാൻ സാധ്യതയുണ്ട്.
ഇപ്പോൾ നമ്മളിപ്പോൾ ട്രൈവാലൻ്റ് ആക്കിയ ഒരു പുതിയ വാക്സിൻ ഇറക്കുമ്പോൾ വലിയായിട്ട് കുറയാൻ പോകുന്നില്ല. അപ്പോൾ വലിയ ദോഷമില്ലല്ലോ, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള നിലയിൽ നമ്മൾ ആകെ ഒരു ബ്രാൻഡ് മാത്രമാണ് ഇപ്പോൾ ട്രൈവാലൻ്റ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോഴും ഈ ക്വാഡ്രിവാലൻ്റ് വാക്സിൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട്, ഇത് പലപ്പോഴും ജനങ്ങൾ അറിയേണ്ട കാര്യമല്ല, കുറച്ച് ഡോക്ടർമാർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഈ കിൽഡ് വാക്സിൻ്റെ അകത്ത് പറഞ്ഞു ടൈപ്പ് ബിയും എയും 2 ടൈപ്സ് ഉപയോഗിച്ച് 4 ക്വാർട്ടറിലൊക്കെ പറഞ്ഞു. ഇത് തന്നെ 2 തരത്തിലുണ്ട്. സ്പ്ലിറ്റ് വൈറസ്, സ്പ്ലിറ്റ് വിറിയോൺ ആൻഡ് സബ് യൂണിറ്റ് ടൈപ്പ്. എന്താണ് സ്പ്ലിറ്റ് വിറിയോൺ? ഒന്നുമില്ല, ഈ വൈറസിനെ ഒന്നുകൂടെ കടിച്ച് പൊട്ടിച്ചു എന്നപോലെ ഇത് നമ്മൾ ഒന്ന് പൊട്ടിച്ചിട്ടു കുറേയേറെ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ പ്രധാനമായിട്ടുള്ള ആൻറ്റിജൻസ് എല്ലാം കഷ്ണങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ആ രീതിയിൽ ഉള്ളതിനെയാണ് സ്പ്ലിറ്റ് വിറിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറേയും കൂടി ആൻറ്റിജൻ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് മൊത്തം ഗിൽഡ് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനെ അപേക്ഷിച്ച് ഒന്ന് കടിച്ച് കഷ്ണങ്ങളാക്കിയതിനെ നമ്മൾ കൂടുതൽ ഇമ്മ്യൂൺ ഫലം ആൻറ്റിബോഡി ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്പ്ലിറ്റ് വിറിയോൺ വാക്സിൻസ് ആണ് ഏറെ കൂടുതലുമുള്ളത് ഒരുപാട് കമ്പനികൾ. പക്ഷേ സബ് യൂണിറ്റ് വാക്സിൻ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള 2 ആൻറ്റിജൻസ് ഈ ന്യൂറാമിനിഡേസും ഹീമോഗ്ലൂട്ടിനും മാത്രം എടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന വാക്സിൻ. അതൊരു ബ്രാൻഡ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഏതാണ് സുപ്പീരിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് വിറിയോൺ തന്നെയാണ്. കാരണം അതിൽ ഒന്നിൽ കൂടുതൽ ആൻറ്റിജൻസ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റത് 2 ആൻറ്റിജൻസ് മാത്രമായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. ഗുണം എന്ന് പറഞ്ഞാൽ അത് 2 എണ്ണം മാത്രമാകുമ്പോൾ കുറേ കൂടി സേഫ്റ്റി പ്രൊഫൈൽ കൂടി, വളരെ കുറച്ചെണ്ണം മാത്രമല്ലേ ഉള്ളൂ, റിയാക്ഷൻസ് ഒക്കെ വളരെ കുറവാണ്. അതേസമയം മറ്റേതാണ് സ്പ്ലിറ്റ് വിറിയോൺ കൊണ്ടുള്ള വാക്സിനുകളാണ് ഫലപ്രാപ്തി കൂടുതൽ, കുറേയും കൂടി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി കൂടുതൽ, ലാസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി കൂടുതൽ. ഏതാണ്ട് 78-80% ഫലപ്രാപ്തി സ്പ്ലിറ്റ് വിറിയോൺസിന് ഉണ്ടാവും. മറ്റേത് പലപ്പോഴും അതിനേക്കാളും താഴെയാണ്, കുറവാണ് എന്നുള്ളത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഷെഡ്യൂൾ? എത്ര വാക്സിൻ എടുക്കണം? 5 വയസ്സിന് താഴെയുള്ളതല്ല, 9 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ 4 ആഴ്ച ഇടവിട്ട് 2 ഡോസ് എടുക്കുക ആദ്യം. ആ ഡോസ് എടുത്തവർക്ക് പിന്നെ കൊല്ലത്താൽ ഈ പുതിയ സ്ട്രെയിനുകൾ എടുത്തുകൊണ്ട് പോവാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. പ്രായമുള്ളവരിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ കിൽഡ് വാക്സിന് തന്നെയാണ് എടുക്കേണ്ടത്. അത് പക്ഷേ ആനുവലി വൺസ് കൊല്ലത്താൽ എടുത്താൽ മതി. സദേൺ സ്ട്രെയിനാണ് കേരളക്കാർ എടുക്കേണ്ടത്. അത് എപ്പോഴാണ് എടുക്കേണ്ടത് നല്ലത്? നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. മറ്റിടങ്ങളിൽ സെപ്റ്റംബർ, ഒക്ടോബർ പീരീഡിലാണ് ശേഷമാണ് കൂടുതൽ വരുന്നതെന്നുള്ളതുകൊണ്ട് സെപ്റ്റംബറിലൊക്കെയാണ് വാക്സിൻ എടുക്കുന്നത്. നമുക്ക് ബെറ്റർ മെയ് മാസത്തിൽ, ഏപ്രിൽ അവസാനമോ മെയ്യിലോ എടുക്കുന്നതായിരിക്കും. വളരെയധികം കാലത്തേക്ക് ഈ വാക്സിൻ്റെ ഫലം നീണ്ടു നിൽക്കില്ല. ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ വെയിൻ ഓഫ് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ വളരെയേറെ പ്രാധാന്യമുള്ള രസകരമായിട്ടൊരു കാര്യം, ഇൻഫ്ലുവൻസ വാക്സിൻ എബവ് 65 വളരെ സീനിയർ സിറ്റിസൺസിൽ ഞാൻ പറഞ്ഞു അവരുടെ പ്രതിരോധ ശേഷി കുറഞ്ഞു വരികയും വാക്സിൻ എടുത്താൽ പോലും വേണ്ടത്ര ആൻറ്റിബോഡി ലെവൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ചെയ്യുന്ന 2-3 കാര്യമാണ്. എങ്ങനെയൊക്കെയാണ്? ഈ വാക്സിൻ ഒന്നുകൂടി ആൻറ്റിജൻ കൂട്ടി ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഫ്ലുവൻസ വാക്സിൻ ഉള്ളതിൻ്റെ 4 ഇരട്ടി ആൻറ്റിജൻ ആക്കി ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡ് ഫ്ലൂസോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇതേ വാക്സിൻ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള അഡ്ജുവൻ്റ് ഉപയോഗിക്കുക. അഡ്ജുവൻ്റ് MF59 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക സാധനമാണ്. അത് കൂട്ടി കഴിയുമ്പോൾ ഒന്നുകൂടി ഫലപ്രാപ്തി കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, റിക്കോംബിനന്റ് ടെക്നോളജി ഉപയോഗിച്ച് വാക്സിൻ ഉണ്ടാക്കുക. ഈ 3 രീതിയിൽ ഒന്നുകൂടി ഫലപ്രാപ്തിയുള്ള വാക്സിൻ 65 വയസ്സിന് മേലെയുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ അവസാനത്തെ കാര്യം, ഇൻഫ്ലുവൻസ വാക്സിന് പലപ്പോഴും എഗ് അലർജി ഉള്ളവർക്ക് ചെറിയ അലർജി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ട, ഇത് എഗ് ഫ്രീ ആയിട്ടൊരു വാക്സിനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് എഗ് ഫ്രീ ആണ് വാക്സിൻ ഉപയോഗിക്കുന്നത് നല്ലത്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഈ 3 വാക്സിനുകളും ഇന്ത്യയിൽ അവൈലബിലിറ്റി കുറവാണ്. ഈ പറഞ്ഞ ഫ്ലൂ ആഡ് ചിലപ്പം കിട്ടാം
മൂന്നിനും വില കൂടുതലുണ്ട് എന്നുള്ള കാര്യം ഈ ആദ്യം പറഞ്ഞ 4 ടൈംസ് ആൻറ്റിജൻ ഉള്ളതിന് ഏതാണ്ട് 7000 രൂപയോളം വരും. സാധാരണ ഇൻഫ്ലുവൻസ വാക്സിന് 1400 രൂപ 2000-ൻ്റെ ഇടയിലാണ് വിലയെങ്കിൽ അതിൻ്റെ ഏതാണ്ട് 3.5-4 ഇരട്ടിയോളം വില വരും. ഈ അഡ്ജുവൻ്റ് ഉള്ള വാക്സിനും ഏതാണ്ട് 5000-നടുത്ത് രൂപ വരും. അവസാനത്തെ റീകോമ്പിനൻറ്റിനും അത്ര തന്നെ വില വരും. ഈ പറഞ്ഞതിൻ്റെ ഫ്ലൂയിഡ് പോലുള്ള ചില വാക്സിനുകൾ മാത്രമാണ് നമുക്ക് കിട്ടാനുള്ള സാധ്യത. സ്പെഷ്യൽ സിറ്റുവേഷനിൽ മാത്രമേ അത് വേണ്ടതുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ച് പറയുന്നത്. ഒടുവിൽ പറയാനുള്ളത് ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്, നാസോവാക്സ് S4 എന്ന് പറയുന്നത്. നമ്മൾ വളരെ മുമ്പേയും ഇത് കൊടുത്തിരുന്നു, പിന്നെ അത് ഇല്ലാതായി. ഇപ്പോഴും ഇറക്കിയിട്ടുണ്ട്. ഈ വാക്സിൻ 2 വയസ്സിന് മേലെയും 50 വയസ്സിനിടയിലുള്ള ആളുകൾക്ക് കൊടുക്കാം. 50 വയസ്സിന് മേലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മറ്റ് അസുഖങ്ങളുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല, ഗർഭിണികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അവർക്കൊക്കെ ഒക്കെ ആകുമ്പോൾ അലർജി പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ കഴിയുന്നതും കിൽഡ് വാക്സിൻ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ വിലയും അത്ര കൂടുതലല്ല, ഏതാണ്ട് 1400 രൂപയോളമാണ് ഇതിന് വിലയാവുന്നത്. അപ്പോൾ നാളെ നമ്മൾ പുതിയ ന്യൂമോക്കോക്കൽ വാക്സിനെ കുറിച്ച് സംസാരിക്കാം. താങ്ക് യു.